ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ. സോ ഞാനിന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു എയർപോഡ് ആൽഫ. ആക്ച്വലി ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. ഞാൻ തന്നെ സ്റ്റിൽ അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കായതുകൊണ്ട്. സോ ഇത് ഞാൻ വാങ്ങിക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഡെയിലി യൂസിന് പറ്റിയൊരു സാധനമാണെന്ന് പറഞ്ഞിരുന്നു. ഇത് നമുക്ക് നോക്കാം. ഇവിടെ ടോട്ടൽ പ്ലേബാക്ക് ടൈം കൊടുക്കുന്നത് 35 മണിക്കൂറാണ്. പിന്നെ 13 mm ഡ്രൈവ് ഉണ്ട്. പിന്നെ ബാസ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 15 ms ആണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും സാധനമാണ് ഇതിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അവരെനിക്ക് സജസ്റ്റ് ചെയ്തതാണ്, കാരണം ഡെയിലി യൂസേഴ്സിന്. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൺ ടച്ച് വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. അത് ഗൂഗിളിലുണ്ട്, ഓക്കെ ഗൂഗിളുണ്ട്, ഹേ സിറി ഉണ്ട്. ആപ്പിളിനാണ് സിറി വരുന്നത്, ആൻഡ്രോയിഡിന് ഗൂഗിളും. പിന്നെ അതേപോലെ നമുക്കിവിടെ ഇത് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡുവൽ മൈക്ക് വിത്ത് EXN ടെക്നോളജിയാണ്. പിന്നെ അതാണ് ഞാൻ മെയിനായിട്ട് എടുക്കാനുള്ള ഒരു റീസൺ. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ല, പക്ഷേങ്കിൽ നമുക്ക് കോൾ ക്ലാരിറ്റി ഭയങ്കര കൂടുതലാണ് ബാക്കിയുള്ള TWSനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ എർഗണോമിക്കലി പോക്കറ്റബിൾ ഡിസൈനാണ്. ഇത് ഭയങ്കര ചെറുതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എൻ്റെ സെക്കൻഡ് റീസൺ. പിന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ IWP ടെക്നോളജി, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈസി ടച്ച് കൺട്രോൾ, ഇത്രയും കാര്യമാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുന്നത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 മിനിറ്റാണ് പ്ലേ ബാക്ക് ടൈം വരുന്നത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അവരുടെ അടുത്ത് കണ്ടിരുന്നു. ഇതൊരു കുഞ്ഞ സാധനമാണ്. സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞായിട്ടുള്ളൊരു സാധനമാണിത്. നമുക്ക് നമ്മുടെ ജീൻസിൻ്റെ സൈഡിലുള്ളൊരു പോക്കറ്റിൽ വെക്കാം, അത്രയും ചെറുതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും എൻ്റെ മറ്റേ ഓക്കെ, നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റിക്ക് കുറച്ച് ഭയങ്കര പവർഫുള്ളാണെന്ന് തോന്നുന്നു, വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ വന്നു. സോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരു വെള്ള ബോക്സ് അഗൈൻ ഉള്ളിലുണ്ട്. നമുക്കൊന്ന് തുറന്നെടുത്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കുഞ്ഞൻ TWS. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഇത് ഭയങ്കര ചെറുതാണ്. എസ്പെഷ്യലി ഞാൻ ഇത് ലേഡീസിനൊന്നല്ല, എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യും, കാരണം ഭയങ്കര ചെറുതാണ്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ ഈ ബോക്സിലുള്ള ഇത് വലിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ചാർജറൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഓക്കെ, നമുക്ക് ഈ പിന്ന് വെച്ചെടുത്ത് നോക്കാം. ഓക്കെ, നടക്കില്ല. ഓക്കെ, കൈ കൊണ്ട് തന്നെ എടുക്കാം. സോ ഇത് ചാർജർ തന്നെ ആയിരിക്കണം, അങ്ങനെയാണെന്ന് തോന്നുന്നു. തുറന്ന് നോക്കാം. ഓക്കെ, ചാർജർ തന്നെയാണ്. ഇതാണ് നമ്മുടെ ചാർജർ. ഓക്കെ, ഇതാണ് നമ്മുടെ ചാർജർ. ഓക്കെ ടൈപ്പ് C ആണ്. സോ വലിയ കുഴപ്പമില്ല, ഈ സാധനം ക്യാരി ചെയ്യണമെന്നില്ല. ഫോണിൻ്റെ ചാർജർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേങ്കിൽ വലിയ പവർ കൂടിയ ഇതിൽ കുത്തരുതെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് പിന്നെ അടുത്തതായിട്ട് എന്താ ഉള്ളത്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കാണുന്നുണ്ട്. തുറന്നു നോക്കാം. കാറ്റലോഗ്. ഓക്കെ, ഇതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഇതാക്കണം എന്നൊക്കെയുള്ളതാണ് കാറ്റലോഗ്. നമ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്, കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ്. ഇത് വലിയ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ നല്ല ഡിസൈനാണ്. അവിടെ വെക്കാം. പിന്നെ ഒരു സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് നല്ല രസമുണ്ട്. പിന്നെ വേറെ വരുന്നതൊക്കെ വലിയ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റും. അതൊന്നും നമുക്ക് ബാക്ക് പാക്കറുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ സ്റ്റിക്കർ. ഓക്കെ, സോ ഇതൊക്കെ നമ്മുടെ സ്റ്റിക്കേഴ്സാണ്. ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. ഞാൻ നോർമലി ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്ന വാട്ട് ഈസ് ഇൻ ബോക്സ് എന്നുള്ളൊരു രീതിയിൽ കാണിക്കുന്നതെന്നേ ഉള്ളൂ. നമ്മുടെ ബോട്ടിൻ്റെ ഇത് തന്നെ കൊടുത്തിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് തന്നിട്ടുള്ളത്.
സോ പിന്നെ ഇതിൽ കുറച്ച് കൂപ്പൺസ് ഉണ്ട്, ഒരു താങ്ക് യു നോട്ട് ഉണ്ട്, പിന്നെ ഒരു കൂപ്പൺസ് ഉണ്ട്. ഇത് സ്കാൻ ചെയ്താൽ എന്തോ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഇനി അടുത്തതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഈ ഇയർഫോൺ മെയിൻലി ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ഡെയിലി യൂസേഴ്സിന്, ഡെലിവറി ബോയ്സ്, പിന്നെ അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്ത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് സംസാരിക്കാം. ഇതിൻ്റെ മൈക്ക് ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൻ എന്നെ വിളിച്ചിട്ട്, അവൻ ടൗണിലാണ് ഉള്ളത്, അവൻ ടൗണിൽ നിന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ പോലും എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവൻ്റെ വോയിസ് കേൾക്കും. അതേ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ മുന്നേ എൻ്റെ കയ്യിൽ ഒരു നോയ്സിൻ്റെ ഇയർഫോൺ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എത്ര ടൗണിൽ നിന്ന് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒഴികെ നാട്ടുകാർ പറയുന്നത് മൊത്തമായിരുന്നു അവർക്ക് കേൾക്കാറ്. അങ്ങനെ ഞാനത് ഒഴിവാക്കിയ സാധനം. കാരണം അത് എത്രയോ 3000 സംതിങ് ആറ്റം കൊടുത്ത് വാങ്ങിച്ചതാണ് ഞാനപ്പോൾ. ഇതിന് ഇപ്പം 900 സംതിങ് ആറ്റേ ഇതിനുള്ളൂ. അതായത് ബിലോ 1000 റുപ്പീസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും സൂപ്പർ സാധനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിന് അത്യാവശ്യം നല്ലൊരു ബാസ് ക്വാളിറ്റി എല്ലാം ഉണ്ട്. ഓക്കെ, അതായത് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കുഞ്ഞൻ സാധനം. ഇത് കുഞ്ഞാണെങ്കിലും സംഭവം സൂപ്പറാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ച് നോക്കിയിരുന്നു. ഇത് ഭയങ്കര ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണ്. കാരണം നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീൻസിൻ്റെ സൈഡിൽ പണ്ടൊക്കെ പറയാം എന്തോ ഒരു കള്ള പോക്കറ്റ് അങ്ങനെയൊക്കെ പറയും തോന്നുന്നു. ചെറിയൊരു 5 റുപ്പീസ് കോയിനൊക്കെ ഇടാൻ, കോയിൻസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയൊരു പോക്കറ്റ് പോലെ ഇടാം. അതിൽ നമുക്ക് ഈ സാധനം ഇട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതൊക്കെ കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചതും. ഓക്കെ, സോ ഇത്രയാണ് സാധനം. പിന്നെ ഇത് രണ്ടാമത്തേലും ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ല എനിക്ക് വന്നത്. ഓപ്പൺ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ തന്നെ 2 ഇയർ പീസിലെ ലൈറ്റും കത്തുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാവും, അല്ലെങ്കിൽ അത് റിട്ടേൺ ആ സ്പോട്ടിൽ തന്നെ കൊടുക്കണം. ഓക്കെ, എനിക്കിത് ഫസ്റ്റ് വന്നിരുന്നു, അത് ഓപ്പൺ ബോക്സ് ആയിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് വീട്ടിൽ വന്ന് രണ്ടാമത്തേൽ പണിയായിട്ട് ഞാൻ റീപ്ലേസ്മെൻറ്റ് ചെയ്തതാണ് ഈ സാധനം. ഓക്കെ, ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക്. കണക്ട്. പിന്നെ ഇതിന് സെപ്പറേറ്റ് അങ്ങനെ ആപ്പ് ഒന്നുമില്ല. അത് ഇതിൻ്റെ കുറച്ച് ഹൈ എൻഡ് വേരിയൻ്റ് ഉണ്ട്, നിർവാണ എന്ന് പറഞ്ഞിട്ട്. അതിന് ആപ്പ്, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക, കണക്ട് ചെയ്യുക, ആ ഒരു പ്രക്രിയ മാത്രമേ ഇതിനുള്ളൂ. ഓക്കെ, അത്യാവശ്യം എല്ലാ ഫോണിലും ഇത് നല്ല രീതിയിൽ കണക്റ്റ് ആകുന്നുണ്ട്. മറ്റേത് പിന്നെ ആരോ OnePlusൻ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ള അറിവാണ്, എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ OnePlusൻ്റെ ഫോണിൽ മാത്രമേ കുറച്ച് നല്ല ക്ലാരിറ്റി കൊടുക്കത്തുള്ളൂ, ബാക്കിയുള്ള ഫോണിൽ അത് കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നില്ല. ഒന്നാമത്തേലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകാർക്ക് മൊബൈലില്ല. സോ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓഫറൊക്കെ വരുന്ന ടൈം അത്യാവശ്യം പിന്നെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ബിലോ 1000 എൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു ഇതാണ്, സജഷനാണ്. നമുക്കൊന്ന് സ്പോട്ടിഫൈയിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അത്യാവശ്യം നല്ലൊരു ബേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോൾ ക്ലാരിറ്റി. ഓക്കെ, ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇത് തരുന്നത്. പിന്നെ നമ്മൾ 1000 രൂപയുടെ സാധനവും 20,000 രൂപയുടെ സാധനവും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ ഗൂഗിളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിഫൈയിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പക്കായിട്ട് നമ്മുടെ വോയിസ് നല്ലൊരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്തിട്ട് അത് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെസ്റ്റ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളിനാണ് ഏറ്റവും കൂടുതൽ പറയാം. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ചാൽ യൂഷ്വലി ഇത് ഭയങ്കര ചെറുതാണ് ഇതിൻ്റെ ഇയർ പീസ്. സോ ഹെൽമെറ്റിനോടിലൊക്കെ നമുക്ക് നല്ലൊരു നൈസായിട്ട് വെക്കാം, പെയിൻ ഉണ്ടാകത്തില്ല. കാരണം ഞാൻ നിർവാണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെൽമെറ്റും കൂടി വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതുണ്ട്, പെയിൻ ഉണ്ട്. സോ വീഡിയോ കണ്ടതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക.